ഹലോ ഫ്രണ്ട്സ്, JK വേൾഡിന്റെ എല്ലാ വ്യൂവേഴ്സിനും ഇന്നത്തെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. നിങ്ങൾ ഞങ്ങളുടെ വീഡിയോസ് കാണുന്നുണ്ടെന്ന് അറിഞ്ഞതിൽ വളരെയധികം സന്തോഷം. നിങ്ങൾ തരുന്ന കമന്റ്സിനും ലൈക്സിനും ഷെയറിനും ഒക്കെ ഒരുപാട് താങ്ക്സ് ഉണ്ട്. അതേപോലെ തന്നെ നിങ്ങൾ ആവശ്യപ്പെടുന്ന ക്ലാസ്സുകളെല്ലാം തന്നെ ഞങ്ങൾ വരുന്ന എപ്പിസോഡുകളിൽ ഉൾപ്പെടുത്തുന്നതാണ്. അപ്പോൾ ദയവായി ഞങ്ങളുടെ വീഡിയോസ് ഷെയർ ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്നലെ വരെ നമ്മൾ കേരളത്തിന്റെ നവോത്ഥാന നായകന്മാരെ കുറിച്ചും കേരള നവോത്ഥാന നായകന്മാരെ കുറിച്ചുമാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇന്നു മുതൽ വരുന്ന സെക്ഷൻ കേരളത്തിന്റെ ചരിത്രത്തെ കുറിച്ചിട്ടായിരിക്കും. അപ്പോൾ എല്ലാവരും വീഡിയോസ് ഒന്നും തന്നെ മിസ് ചെയ്യരുത്. അതേപോലെ ഞങ്ങളുടെ വീഡിയോസിന്റെ താഴെയുള്ള ഡിസ്ക്രിപ്ഷനിൽ ഞങ്ങളുടെ ഫേസ്ബുക്ക് പേജിന്റെ ലിങ്ക് ഞങ്ങൾ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും എന്തിരുന്നാലും ഞങ്ങളുടെ ഫേസ്ബുക്ക് പേജിൽ മെസ്സേജ് ചെയ്യുക. ഞങ്ങൾ തീർച്ചയായും അത് റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ മറക്കാതെ നിങ്ങളുടെ വാട്സാപ്പ് നമ്പർ കമന്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് കേരള ചരിത്രത്തെ കുറിച്ചിട്ടാണ്. കേരള ചരിത്രത്തിൽ ഇന്ന് ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത് പ്രാചീന കേരളം, മഹാശിലായുഗം, ശാസനങ്ങൾ, തരിസാപ്പള്ളി ശാസനം, വാഴപ്പള്ളി ശാസനം, സംഘകാലം ഇവയെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങുന്നത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങാം. ആദ്യം തന്നെ പ്രാചീന കേരളത്തെ കുറിച്ചാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. കേരളത്തെ കുറിച്ച് പരാമർശമുള്ള പുരാണങ്ങളാണ് വായു പുരാണം, മത്സ്യപുരാണം, പത്മപുരാണം, മാർക്കണ്ഡേയ പുരാണം. പുരാതന കേരളത്തിലേക്ക് വെളിച്ചം വീശുന്ന പ്രധാന ഗ്രന്ഥങ്ങളാണ് കേരള പഴമ, കേരള മഹാത്മ്യം, കേരള ദേശധർമ്മം, മുഷകവംശം, ഉണ്ണുനീലി സന്ദേശം, ഉണ്ണിയാടി ചരിതം, ഉണ്ണിച്ചിരുതേവി ചരിതം, മലബാർ മാനുവൽ, മലബാറിക്കസ് എന്നിവ. കേരള പഴമ എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവാണ് ഹെർമൻ ഗുണ്ടർ. കാളിദാസന്റെ ഏതു കൃതിയിലാണ് കേരളത്തെക്കുറിച്ചുള്ള മനോഹര വിവരണമുള്ളത്? രഘുവംശം. കേരളത്തിലെ ഏറ്റവും പുരാതന നിവാസികൾ ഏത് വർഗത്തിൽപ്പെട്ടവരാണ്? നെഗ്രിറ്റോ വർഗം. കേരളത്തിൽ നിന്ന് 1000ഓളം വർഷം പഴക്കമുള്ള കപ്പൽ കണ്ടെടുത്ത സ്ഥലമാണ് ചേർത്തലയിലെ തൈക്കലിൽ. ഇനി പുരാതന ഗ്രന്ഥങ്ങളെ കുറിച്ചിട്ടാണ് ഞാൻ പറയാൻ പോകുന്നത്. ചരിത്രപരമായി പ്രാധാന്യം അർഹിക്കുന്ന ആദ്യത്തെ കേരളീയ കൃതിയാണ് മുഷകവംശം. കേരളത്തെ പറ്റി പരാമർശമുള്ളതും കാലം കൃത്യമായി നിർണയിക്കപ്പെട്ടതുമായ ഏറ്റവും പുരാതന ഗ്രന്ഥമാണ് വാർത്തികം. കേരളത്തെ സംബന്ധിച്ചുള്ള ഏറ്റവും പുരാതനമായ പരാമർശമുള്ള സംസ്കൃത ഗ്രന്ഥമാണ് ഐതരേയാരണ്യകം. കേരളത്തിന്റെ ചരിത്രരേഖകളിൽ ശീമ എന്നറിയപ്പെടുന്ന പ്രദേശമാണ് ഇംഗ്ലണ്ട്. അടുത്തതായി മഹാശിലായുഗത്തെ കുറിച്ചിട്ടാണ് ഞാൻ പറയാൻ പോകുന്നത്. BC 500നും AD 300നും ഇടയ്ക്കുള്ള കാലഘട്ടമാണ് മഹാശിലായുഗ കാലഘട്ടം എന്ന് പറയുന്നത്. വയനാട് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന പ്രസിദ്ധമായ ശിലായുഗ ഗുഹകളാണ് എടയ്ക്കൽ ഗുഹ. എടയ്ക്കൽ ഗുഹ സ്ഥിതി ചെയ്യുന്ന മലനിരയാണ് അമ്പുകുത്തിമല. എടയ്ക്കൽ ഗുഹയിലെ ശിലാലിഖിതങ്ങൾ എഴുതാൻ ഉപയോഗിച്ചിരുന്ന ഭാഷയാണ് ദ്രാവിഡ ബ്രാഹ്മി. കേരളത്തിൽ മഹാശിലായുഗാവശിഷ്ടങ്ങൾ കണ്ടെത്തിയ പ്രധാന സ്ഥലങ്ങളാണ് ഇടുക്കിയിലെ മറയൂരും, തൃശ്ശൂരിലെ പോർക്കളത്തും, വയനാടിലെ കുപ്പക്കൊല്ലിയിലും, കൊല്ലം ജില്ലയിലെ മങ്ങാടും, പാലക്കാടിന്റെ ആനക്കരയിലും. മഹാശിലായുഗ സ്മാരകത്തിന്റെ ഭാഗമായ മുനിയറകൾ കണ്ടെത്തിയത് മറയൂരിലെ താഴ്വരയിൽ നിന്നാണ്. മഹാശിലായുഗ കാലത്തെ ശവക്കല്ലറകൾ കണ്ടെത്തിയ സ്ഥലങ്ങളാണ് തൃശ്ശൂർ ജില്ലയിലെ ചേരമങ്ങാടും, കോട്ടയത്തെ കടനാടും, മലപ്പുറത്തെ അഴീക്കോടും. പ്രാചീന കാലത്ത് മൃതാവശിഷ്ടങ്ങൾ അടക്കം ചെയ്ത വലിയ മൺഭരണികളാണ് നന്നങ്ങാടികളും അല്ലെങ്കിൽ ബറിയൽ ഏൺസും. നന്നങ്ങാടികൾ ധാരാളമായി കണ്ടെത്തിയത് തൃശ്ശൂർ ജില്ലയിലെ എങ്ങണ്ടിയൂരാണ്. മൃതാവശിഷ്ടങ്ങൾക്ക് മീതെ നാട്ടുന്ന വലിയ ഒറ്റക്കല്ലുകളാണ് നടുക്കല്ല് അല്ലെങ്കിൽ വീരക്കല്ല്. ഇനി ഞാൻ പ്രധാനമായ ശാസനങ്ങളെ കുറിച്ചിട്ടാണ് പറയുന്നത്. കേരളത്തിൽ കണ്ടെത്തിയ ശാസനങ്ങൾ എഴുതുവാൻ ഉപയോഗിച്ചിരുന്ന ഭാഷയായിരുന്നു പട്ടെഴുത്ത് ലിപിയിലുള്ള മലയാളം. മലയാളം ലിപി പ്രത്യക്ഷപ്പെട്ട ആദ്യ ശാസനമാണ് വാഴപ്പള്ളി ശാസനം. റോമൻ നാണയമായ ദിനാരയെക്കുറിച്ച് പരാമർശിക്കുന്ന ഏറ്റവും പുരാതന ലിഖിതമാണ് വാഴപ്പള്ളി ശാസനം. അടുത്തതായി വാഴപ്പള്ളി ശാസനത്തെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. കേരളത്തിൽ നിന്നും കണ്ടെത്തിയ ആദ്യത്തെ ചരിത്രരേഖയാണ് വാഴപ്പള്ളി ശാസനം. വാഴപ്പള്ളി ശാസനം പുറപ്പെടുവിച്ച രാജാവാണ് രാജശേഖരവർമ്മൻ. കേരളത്തിന് റോമുമായുള്ള ബന്ധത്തെപ്പറ്റി പരാമർശിക്കുന്ന ശാസനമാണ് വാഴപ്പള്ളി ശാസനം. നമശിവായ എന്ന
വാക്യത്തോടെ ആരംഭിക്കുന്ന ശാസനമാണ് വാഴപ്പള്ളി ശാസനം. മറ്റുള്ള ശാസനങ്ങൾ ആരംഭിക്കുന്നത് സ്വസ്തി ശ്രീ എന്ന വന്ദനവാക്യത്തോടെയാണ്. വാഴപ്പള്ളി ശാസനത്തിൽ പരമേശ്വര ഭട്ടാരകൻ എന്ന് വിശേഷിപ്പിക്കും. കൊല്ലവർഷം രേഖപ്പെടുത്തുന്നതിനായി കണ്ടെത്തിയിട്ടുള്ള ആദ്യത്തെ ശാസനമായിരുന്നു മാമ്പള്ളി ശാസനം. കേരളത്തിന് പുറത്തു നിന്ന് ലഭിച്ചിട്ടുള്ള കേരള പരാമർശമുള്ള ആദ്യത്തെ പ്രാചീന രേഖയാണ് അശോകന്റെ രണ്ടാം ശിലാശാസനം. കേരളത്തെ കീഴടക്കിയതായി ശാസനം പുറപ്പെടുവിച്ച ചാലുക്യ രാജാവാണ് പുലികേശി ഒന്നാമൻ. ദേവദാസി സമ്പ്രദായത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ശാസനമാണ് ചൊക്കൂർ ശാസനം. ശ്രീമൂലവാസത്തെ ബുദ്ധക്ഷേത്രത്തിനു വേണ്ടി ഭൂമി ദാനം ചെയ്യുന്നതിനായി പരാമർശിക്കുന്ന ശാസനമാണ് പാലിയം ശാസനം. ചോളന്മാരുടെ കേരള ആക്രമണത്തെക്കുറിച്ച് വിവരം നൽകുന്ന ശാസനമായിരുന്നു തിരുവിലങ്ങാട് ശാസനം. AD 1000 ആണ്ട് ഭാസ്കര വീരവർമ്മൻ ഒന്നാമന്റെ കാലത്ത് തയ്യാറാക്കപ്പെട്ട ശാസനമാണ് ജൂതശാസനം. ജൂതശാസനത്തിൽ ഏത് പേരിലാണ് മിസിരിസ് രേഖപ്പെടുത്തിയിരുന്നത്? മുയിരിക്കോട് എന്നായിരുന്നു. അടുത്തതായി തരിസാപ്പള്ളി ശാസനത്തെ കുറിച്ചിട്ടാണ് ഞാൻ പറയുന്നത്. കേരളത്തിലെ ക്രിസ്ത്യാനികളെ പറ്റി കൃത്യമായി രേഖപ്പെടുത്തിയിരിക്കുന്ന ആദ്യ ശാസനമാണ് തരിസാപ്പള്ളി ശാസനം. കേരളത്തിലെ നാടുവാഴികളെ കുറിച്ചുള്ള ആദ്യ പരാമർശം കാണപ്പെടുന്ന ശാസനമായിരുന്നു തരിസാപ്പള്ളി ശാസനം. കൃത്യമായി തീയതി നിശ്ചയിക്കാൻ കഴിഞ്ഞിട്ടുള്ള കേരളത്തിലെ ആദ്യ ശാസനമാണ് തരിസാപ്പള്ളി ശാസനം. തരിസാപ്പള്ളി ശാസനം പുറപ്പെടുവിച്ച കുലശേഖര രാജാവാണ് സ്ഥാണു രവിവർമ്മ. AD 849. തരിസാപ്പള്ളി ശാസനം എഴുതിയത് അയ്യനടികൾ തിരുവടികൾ, വേണാട് ഗവർണറായിരുന്നു. കോട്ടയം, ചേപ്പേട്, സ്ഥാണു, രവി ശാസനം എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന ശാസനമാണ് തരിസാപ്പള്ളി ശാസനം. തരിസാപ്പള്ളി ശാസനവുമായി ബന്ധപ്പെട്ട സിറിയൻ ക്രിസ്ത്യാനി നേതാവായിരുന്നു മാർ സാപ്പിർ ഈസോ. തരിസാപ്പള്ളി ശാസനം ഇപ്പോൾ സൂക്ഷിച്ചിരിക്കുന്നത് കോട്ടയത്തെ സിറിയൻ ക്രിസ്ത്യൻ പള്ളിയിലാണ്. അടുത്തതായി സംഘകാലത്തെ കുറിച്ചിട്ടാണ് ഞാൻ പറയുന്നത്. പ്രാചീന കാലത്ത് മധുര ആസ്ഥാനമായി നിലനിന്നിരുന്ന പണ്ഡിത സഭയാണ് സംഘം. സംഘം എന്ന വാക്കിന്റെ അർത്ഥമാണ് അസംബ്ലി അഥവാ കോളേജ്. AD 1 മുതൽ 5 വരെയുള്ള നൂറ്റാണ്ടുകൾ അറിയപ്പെട്ടിരുന്നത് സംഘകാലം എന്നാണ്. സംഘകാലത്ത് കേരളം ഭരിച്ചിരുന്ന 3 ശക്തികളായിരുന്നു ആയി രാജാക്കന്മാരും ഏഴിമല രാജാക്കന്മാരും ചേര രാജാക്കന്മാരും. സേലം, കോയമ്പത്തൂർ മേഖല സംഘകാലത്ത് അറിയപ്പെട്ടിരുന്നത് കൊങ്ങുനാട് എന്നായിരുന്നു. ഓടനാട് എന്നറിയപ്പെട്ടിരുന്ന സ്ഥലം കായംകുളമായിരുന്നു. മുരുജി പത്തനം, മുച്ചിരി, മയോതൈ, മഹാദയപുരം, മ്യുസിരിസ് എന്നീ വ്യത്യസ്ത പേരുകളിൽ അറിയപ്പെട്ടിരുന്ന പ്രദേശവും കൊടുങ്ങല്ലൂരാണ്. ഭാരതീയ ശാസ്ത്രജ്ഞനായ ആര്യഭട്ടൻ ജനിച്ചു എന്ന് കരുതപ്പെടുന്ന സ്ഥലം കൊടുങ്ങല്ലൂരിലെ അശ്മകത്തായിരുന്നു. മടലേറൽ എന്നത് ഏത് ചടങ്ങുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? വിവാഹം. യവനപ്രിയ എന്നറിയപ്പെട്ടിരുന്നത് കുരുമുളകിനെയായിരുന്നു. സംഘകാലത്ത് രാജ്ഞിയെ ബഹുമാനാർത്ഥം വിളിച്ചിരുന്നത് പെരുംതേവി എന്നായിരുന്നു. ദ്രാവിഡ ദുർഗ എന്ന് വിശേഷിക്കപ്പെട്ട സംഘകാല ദേവതയായിരുന്നു കൊറ്റവൈ. പ്രാചീന തമിഴകത്തെ പറ്റി നമുക്ക് വിവരങ്ങൾ ലഭിക്കുന്നത് സംഘകാല കൃതികളിൽ നിന്നായിരുന്നു. പ്രധാന സംഘകാല കൃതികളാണ് മണിമേഖല, ചിലപ്പതികാരം, പതിറ്റുപത്ത്, മധുരൈ കാഞ്ചി, തൊൽക്കാപ്പിയം, എട്ടുതകൈ, ജീവക ചിന്താമണി. കോവലന്റെയും കണ്ണകിയുടെയും കഥ വിവരിക്കുന്ന തമിഴ് ഇതിഹാസമാണ് ചിലപ്പതികാരം. 10 പാട്ടുകൾ വീതമുള്ള 10 ഭാഗങ്ങളുടെ സമാഹാരമാണ് പതിറ്റുപത്ത്. റോമൻ സാമ്രാജ്യവുമായുള്ള ഇന്ത്യയുടെ സമൃദ്ധമായ ബന്ധത്തെക്കുറിച്ച് വർണ്ണിച്ചിരിക്കുന്ന കൃതിയാണ് ജീവക ചിന്താമണി. സംഘകാലത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന കൃതികൾ എഴുതിയ വിദേശ സഞ്ചാരികളായിരുന്നു മെഗസ്തനിസ്, പ്ലിനി എന്നിവർ. സംഘകാലത്ത് ഏറ്റവും അധികം വ്യാപാര ബന്ധങ്ങൾ ഉണ്ടായിരുന്ന വിദേശ രാജ്യമായിരുന്നു റോം. സംഘകാലത്തെ പ്രാദേശിക രാജാക്കന്മാർ അറിയപ്പെട്ടിരുന്നത് കുറുനില മന്നർ എന്നായിരുന്നു. പ്രാചീന തമിഴകം ഭരിച്ചിരുന്ന രാജവംശങ്ങളായിരുന്നു ചേര, ചോള, പാണ്ഡ്യന്മാർ. മൂവേന്ദന്മാർ എന്നറിയപ്പെട്ടിരുന്നത് ചേര, ചോള, പാണ്ഡ്യന്മാരെയായിരുന്നു. ഇനി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. മണിമേഖല രചിച്ചത് സാത്തനാർ ആയിരുന്നു. ചിലപ്പതികാരം രചിച്ചത് ഇളങ്കോവടികളായിരുന്നു. സംഘകാല കൃതികളായ പതിറ്റുപത്ത് രചിച്ചത് കപിലരാണ്. തോൽക്കാപ്പിയം രചിച്ചത് തോൽക്കാപ്പിയാർ ആയിരുന്നു. ഇനി ഞാൻ പറയാൻ പോകുന്നത് ഓണത്തെക്കുറിച്ച് പരാമർശമുള്ള സംഘകാല കൃതിയായിരുന്നു
മധുരൈ കാഞ്ചി. ബുദ്ധമത പ്രചാരണത്തെക്കുറിച്ച് വിവരിക്കുന്ന സംഘകാലകൃതിയാണ് മണിമേഖല. ജൈനമതത്തെപ്പറ്റി പ്രതിപാദിക്കുന്ന സംഘകാല കൃതിയായിരുന്നു ചിലപ്പതികാരം. കേരളത്തെക്കുറിച്ച് പരാമർശിക്കുന്ന സംഘകാല കൃതിയാണ് പതിറ്റുപത്ത്. സംഘകാല കൃതികളിൽ ഏറ്റവും പഴയതാണ് തൊൽക്കാപ്പിയം. തമിഴ് വ്യാകരണത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന കൃതിയാണ് തൊൽക്കാപ്പിയം. തമിഴ് ഇലിയഡ് എന്നറിയപ്പെടുന്ന കൃതിയാണ് ചിലപ്പതികാരം. തമിഴ് ഒഡീസി എന്നറിയപ്പെടുന്ന കൃതിയാണ് മണിമേഖല. തമിഴ് ബൈബിൾ എന്നറിയപ്പെടുന്ന കൃതിയാണ് തിരുക്കുറൽ. സംഘകാലത്തെ പ്രധാന ആരാധനാമൂർത്തിയാണ് മുരുകൻ. സംഘകാലത്തെ പ്രധാന യുദ്ധദേവതയായിരുന്നു കൊറ്റവൈ. സംഘകാലത്ത് നിലനിന്നിരുന്ന പ്രധാന നാണയങ്ങളായിരുന്നു ദീനാരം, കാണം. സംഘകാലത്തെ പ്രമുഖ കവികളാണ് പരണറും കപിലനും. സംഘകാലത്തെ ഗ്രാമസഭകൾ എന്നറിയപ്പെട്ടിരുന്നത് മന്ത്രം എന്നായിരുന്നു. സംഘകാലത്തെ ജനങ്ങളുടെ പ്രധാന ജീവിതവൃത്തിയായിരുന്നു കൃഷി. സംഘകാലത്തെ ഏറ്റവും പ്രധാന കവയിത്രിയായിരുന്നു ഔവയാർ. സംഘകാലത്ത് ശക്തി പ്രാപിച്ച ഭാഷാസാഹിത്യം തമിഴായിരുന്നു. സംഘകാലത്തെ പ്രമുഖ രാജവംശം ചേരവംശമായിരുന്നു. അപ്പോൾ തീർച്ചയായും ഞാൻ ഇതുവരെ പറഞ്ഞ അറിവുകളെല്ലാം നിങ്ങൾക്ക് ഉപകാരപ്രദമാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് വരുന്ന എപ്പിസോഡുകൾ ഇതിലും ഞാൻ മെച്ചപ്പെടുത്താൻ ശ്രമിക്കുന്നതാണ്. അപ്പോൾ ഇതുവരെ തന്ന ലൈക്സും കമൻസും ഷെയറും നിങ്ങളുടെ സപ്പോർട്ടിനും എല്ലാത്തിനും നന്ദിയുണ്ട്. തുടർന്നുള്ള എപ്പിസോഡുകളിലും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ മറക്കാതെ നിങ്ങളുടെ വാട്സാപ്പ് നമ്പർ കമൻറ്റ് ചെയ്യുക. അതേപോലെ തന്നെ ഞങ്ങളുടെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം ഞങ്ങൾക്ക് മെസ്സേജ് ചെയ്യുക. അപ്പോൾ നാളെ അടുത്ത പുതിയ എപ്പിസോഡുമായി ഞാൻ നിങ്ങളുടെ മുൻപിൽ വരുന്നതാണ്. Then thank you for watching my channel.